തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് മടക്കി ഗവർണർ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവന്റെ നടപടി. വി അരുണാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺ, രാജ്ഭവൻ മടക്കിയിരിക്കുകയാണ് ഓർഡിനൻസ്. ഈ പെരുമാറ്റച്ചട്ടം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇനി എന്താണ് തുടർ നടപടികൾ? അശ്വതി, പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞാണ് രാജ്ഭവൻ ഓർഡിനൻസ് മടക്കിയിരിക്കുന്നത്. മടക്കി ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം തേടി അയക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഓർഡിനൻസുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന വിലയിരുത്തലാണ് ഗവർണർക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓർഡിനൻസ് ഇപ്പോൾ രാജ്ഭവൻ മടക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് സംസ്ഥാനത്തെ വാർഡുകൾ പുനർവിഭജിക്കാൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകൾ പുനർവിഭജിക്കാനുള്ള ഓർഡിനൻസ് ഇറക്കിയത്. 6 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ പുതിയ വാർഡുകളുമായി അതായത് വോട്ടർ ജനസംഖ്യ വർദ്ധിക്കുന്നതിനാൽ ഈ വോട്ടർ പട്ടികയിൽ മാറ്റം വരണം. അതുപോലെ തന്നെ വാർഡുകളുടെ എണ്ണം കൂടണം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ചുരുങ്ങിയത് ഒരു വാർഡെങ്കിലും അധികം വരും. 1200 തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുള്ളത്. 1200 പുതിയ അംഗങ്ങൾ അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ടതാണ്. പക്ഷേ അതിപ്പോൾ അനുവദിക്കാനാകുന്ന നിലപാടിലാണ് ഗവർണറുള്ളത്. ഓർഡിനൻസ് ഇറക്കിയത് കൊണ്ട് തന്നെ അടുത്ത സഭാ സമ്മേളനം ചെയ്യുമ്പോൾ ഇത് അവതരിപ്പിച്ച് പാസാക്കി എടുക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. മറ്റന്നാൾ വെള്ളിയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം നിയമസഭാ സമ്മേളനം ജൂൺ 10 ആരംഭിക്കാൻ ഗവർണർക്ക് ശുപാർശ ചെയ്യാനും ആലോചിച്ചിരുന്നു. ഇപ്പോൾ ഈ ഓർഡിനൻസ് ഗവർണർ തിരിച്ചയച്ചതോടുകൂടി സർക്കാർ ആ രീതിയിൽ വെട്ടിലാവുകയാണ്. കാരണം നിയമസഭാ സമ്മേളനം വിളിക്കാനുള്ള ശുപാർശ ഇനി ഗവർണർക്ക് നൽകാൻ കഴിയില്ല. നൽകിയാൽ ഈ ഓർഡിനൻസ് ലാപ്സ് ആവുകയും ചെയ്യും. കാരണം നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചാൽ പിന്നീട് ഓർഡിനൻസുകൾക്ക് പ്രസക്തിയില്ല, അത് ലാപ്സായി പോകും. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് മുന്നിൽ ഈ ഓർഡിനൻസ് ഉള്ള സാഹചര്യത്തിൽ മറ്റന്നാൾ ചേർന്ന മന്ത്രിസഭാ യോഗം എങ്ങനെ നിയമസഭാ സമ്മേളനം വിളിക്കാൻ ശുപാർശ ചെയ്യുമെന്ന ആശങ്കയിലാണ് സർക്കാർ ഉള്ളത്. അല്ലെങ്കിൽ ഈ ഓർഡിനൻസ് വേണ്ടെന്ന് വെച്ച് ബില്ലുമായി മുന്നോട്ട് പോകണം. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ബില്ല് തയ്യാറാക്കി സഭയിൽ അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്ക സർക്കാരിനുള്ളതാണ്. ഇപ്പോൾ സർക്കാരിനെ കുഴയ്ക്കുന്ന വിഷയം. പ്രതിസന്ധി മറികടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ വിഷയത്തിൽ സർക്കാർ കത്ത് നൽകും. ആർക്കും എതിർപ്പുള്ള വിഷയമല്ല, സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓർഡിനൻസിന് അംഗീകാരം നൽകണമെന്ന ആവശ്യം ഇന്ന് സർക്കാർ ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടും. മറ്റന്നാൾ മന്ത്രിസഭാ യോഗം ചെയ്യുന്നതിന് മുന്നോടിയായി അത് അനുമതി വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഓർഡിനൻസുമായി മുന്നോട്ട് പോകാം. ഓർഡിനൻസ് സഭയിൽ വരുമ്പോൾ ബില്ല് അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാനും കഴിയും. ഏതായാലും സർക്കാരിനെ വെട്ടിലാക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഗവർണർ നടത്തിയിരിക്കുന്നത്. കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണർ നടപടി ഹൈക്കോടതി തടഞ്ഞിരുന്നു. അത് വലിയൊരു തിരിച്ചടിയായി ഗവർണർക്ക് മാറുകയും ചെയ്തു. അതിനെ മറ്റൊരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകയാണ് ഗവർണർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സർക്കാരിനെ വീണ്ടും ഗവർണർ ഒരു അർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുകയാണ്. ശരി അരുൺ, എന്തായാലും തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച് ഓർഡിനൻസ് മടക്കി അയച്ചിരിക്കുകയാണ് ഗവർണർ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. വി അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്.